ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 56-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ച വാക്യത്തിന്റെ സന്ദർഭം എന്നുള്ളത് സ്തേഫാനോസിനെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി അവനോട് വിരോധം കാണിച്ച് സ്തേഫാനോസിനെതിരായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞ് അവരെ തകർത്ത് കളയുവാൻ ഒരു കൂട്ടം ആളുകൾ സ്തേഫാനോസിന് ചുറ്റും നിൽക്കുന്ന ഒരു സന്ദർഭം. എന്നാൽ 4 ചുറ്റിനും ശത്രുക്കൾ വലയം വെച്ച് സ്തേഫാനോസിനെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട് നിൽക്കുമ്പോൾ അവരുടെ ആരുടെയും മുഖത്തേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ഒരു സ്തേഫാനോസിനെ കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. മാനുഷികമായ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് സ്തേഫാനോസ് കണ്ടത് ദൈവികമായ ദർശനമാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കിയാൽ നമുക്ക് വേദനകൾ മാത്രമേ വരൂ. നമ്മുടെ 4 ചുറ്റിനും നമ്മുടെ ശത്രുക്കൾ നിന്നുകൊണ്ട് നമ്മൾ തകരുന്നതും തകർക്കണമെന്നും പറയുവാൻ തക്കണം നാവുകൾ ചലിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്തേഫാനോസിന്റെ 4 ചുറ്റിനും ആളുകൾ നിന്ന് കല്ലെറിയാൻ നിൽക്കുക. ഏത് സമയത്തും കല്ലുകൾ ദേഹത്ത് വീഴാം. പക്ഷെ അപ്പോൾ കല്ലുകൾ എറിഞ്ഞ് തന്നെ തകർക്കാൻ വന്നവരുടെ മുഖത്തേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ സ്തേഫാനോസ് കണ്ട കാഴ്ചയെ അവിടെ പറഞ്ഞത്, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു മനുഷ്യപുത്രൻ. ചില കാഴ്ചകൾ കാണുകയാണ് സ്തേഫൻ. ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ഭൂമിയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ചകളല്ല, സ്വർഗത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച. സ്വർഗം ദൈവത്തിന്റെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിലെ ദർശനം കാണുക എന്ന് പറയുന്നതിനേക്കാൾ ഭാഗ്യകരമായ വേറെ ഒരു അനുഭവമില്ല. എപ്പോഴാ നമ്മൾ കാണേണ്ടത് നോക്കേണ്ടതൊക്കെ? നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ, നമ്മൾ വേദന കൊണ്ട് പുളയുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യരിലേക്ക് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കാട്ടെ. ദൈവം നിങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കുന്നതും ദൈവം നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്ന ഈ അത്ഭുതകരമായ ദൈവ പ്രവൃത്തിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം ചുറ്റുപാടുകളുമുള്ള മനുഷ്യരും അവരുടെ പ്രവർത്തനങ്ങളെയും നോക്കി നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിധി കൽപ്പിക്കാതെ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സ്വർഗീയ ദർശനം പ്രാപിച്ചോ, ദൈവം നമുക്ക് നൽകാൻ പോകുന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. സ്തേഫാനോസ് മരണം സംഭവിക്കുമ്പോൾ താൻ കണ്ട കാഴ്ച ദൈവത്തിന്റെ തേജസ്സേറിയ മുഖം കണ്ടുകൊണ്ടാ തന്റെ കണ്ണുകൾ അടച്ചതെങ്കിൽ, ഈ ലോകം വിട്ട് ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മെ നിന്ദിച്ചവരുടെ മുഖമല്ല നമ്മൾ കാണേണ്ടത്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരകനായി കാൽവരി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിലിരുന്ന് പിതാവിനോട് നമുക്ക് വേണ്ടി യാചിക്കുന്നതായ ഒരു ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ് നമ്മൾ കാണേണ്ടത്. ആ യേശു ക്രിസ്തുവിനെ കണ്ടവർക്കാർക്കും ഇന്നുവരെയും തലകുനിക്കേണ്ടി വന്നിട്ടില്ല. യേശു കർത്താവ് നമ്മുടെ തല ഉയർത്തുന്ന ദൈവമാണ്. ശത്രു നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് ഘോരം നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, അലറുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിയുമ്പോൾ, കത്തുന്ന തീജ്വാലയിലേക്ക് നമ്മെ വലിച്ചെറിയുവാൻ ശ്രമിക്കുമ്പോൾ, അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് തേജോമനായ ദൈവത്തിന്റെ മുഖം കാണുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സാധിക്കട്ടെ. അത് കണ്ടാൽ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആകയാൽ ഇന്നത്തെ നമ്മുടെ യാത്ര, നമ്മുടെ ചിന്ത, നമ്മൾ കാണുന്നതെല്ലാം ദൈവീക ദർശനം മാത്രമാകട്ടെ. യേശുവിനെയും യേശു കർത്താവിന്റെ വചനത്തെയും ഓർത്ത് ദൈവിക മുഖം കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം യാത്ര ചെയ്യുക. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ധൈര്യത്തോടെ മുൻപോട്ട് വെക്കൂ. ആരൊക്കെ വേണമെങ്കിലും ആക്ഷേപിക്കട്ടെ, ആരൊക്കെ വേണമെങ്കിലും നിങ്ങളെ തകർക്കുമെന്ന് വെല്ലുവിളിക്കട്ടെ. അതേ ഗോലിയാത്ത് നിന്നുകൊണ്ട് ദാവീദിനെ കൊല്ലുമെന്ന് അതേ വളരെ വളരെ ശക്തമായ നിലയിൽ അട്ടഹസിച്ച് പറഞ്ഞില്ലേ? പക്ഷെ ആരാ തകർന്നത്? സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ തകർക്കുവാൻ പിശാചിന് ദൈവം അനുവദിക്കയില്ലെന്ന്
അവൻ അലറട്ടെ, അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിക്കുന്ന പിശാചിന്റെ സകല തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യേശു കർത്താവിന്റെ നാമത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് സ്വർഗീയ ദർശനം പ്രാപിച്ച നമ്മുടെ മുൻപിൽ വരുന്ന സകല പ്രതികൂലങ്ങളെയും തകർത്തുകൊണ്ട്, നമ്മുടെ മുൻപിൽ വരുന്ന സകല ദുർഘടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. ദൈവം ശക്തി നൽകും, ദൈവം നിങ്ങൾക്ക് ബലം നൽകും. അതാണ് ദൈവത്തിന്റെ ദർശനത്തിന്റെ പ്രത്യേകത. അതാണ്. ആകയാൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. പ്രതികൂലങ്ങൾ മാറും, വേദന മാറും. നിങ്ങൾക്ക് അനേക പ്രതികൂലങ്ങളെ അത് ചാടിക്കടക്കുവാൻ ദൈവം കൃപ നൽകും. ആ കർത്തൃകരങ്ങളിൽ അതേ നിങ്ങൾ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. അവകാശങ്ങൾ നിങ്ങളുടെ അരികിൽ എത്തും, നിങ്ങളുടെ കയ്യിൽ ദൈവം തരും. പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ ദൈവം ചില കാഴ്ചകൾ, ദർശനങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്ന് പകൽക്കാലം അത് പ്രാപിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.